ഗം ഗണപതിയെ നമ ഗും ഗുരുഭ്യോ നമ സംസരസ്വതേ നമ ഓം ശ്രീ മഹാദേവേ നമ. ദ്രേക്കാണ സ്വരൂപങ്ങളിലെ കർക്കടകം മൂന്നാം ദ്രേക്കാണം. ഭാര്യാഭരണാർത്ഥമർണവേനൗസ്തോ ഗച്ഛതി സർപ്പവേഷ്ഠിത ഹൈമൈശ്ചയുധോ വിഭൂഷണൈശ്ചിപിടാസ്യോന്ത്യഗതശ്ച കർക്കടേ. അന്ത്യഗതം, അന്ത്യത്തെ, അതായത് നമുക്കറിയാം കർക്കടകത്തിൻ്റെ മൂന്നാം ത്രേക്കാണാണ് നമ്മൾ നോക്കണേ എന്നുള്ളത്. അർണവം പറഞ്ഞ സമുദ്രമാണ്. നൗസ്ഥൻ, നൗവിങ്കിൽ സ്ഥിതി ചെയ്യുന്നവൻ. നൗ എന്ന് പറഞ്ഞാൽ എന്താ? നൗക എന്നൊക്കെ നമ്മൾ പറയില്ലേ, തോണി. സ്ഥിതി ചെയ്യുക പറഞ്ഞ് ഇരിക്കുക. സർപ്പവേഷ്ടിതൻ, സർപ്പത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭാര്യാഭരണം, ഭാര്യയുടെ ഭരണം. പിന്നെ ഗമിക്കുക പറഞ്ഞ പൂവ. ഹൈമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണമയമായിട്ടുള്ളത്. വിഭൂഷണം, അലങ്കാരം. യുധൻ, യുധൻ പറഞ്ഞാൽ അതോട് കൂടിയത്. ചിബിടാസ്യൻ, ചിബിടമായിരിക്കുന്ന ആസ്യം. അതായത് ചിബിടം പറഞ്ഞാൽ എന്താ? വൃത്തവും പരന്നിട്ടിരിക്കുന്ന മുഖത്തോടു കൂടിയവൻ. അപ്പോൾ കർക്കടകത്തിൻ്റെ അന്ത്യദ്രേക്കാണ് സമുദ്രത്തിൽ തോണിയിലിരുന്ന് സർപ്പത്താൽ ചുറ്റപ്പെട്ടവനായും ഭാര്യയെ ഭരിപ്പാനായി കൊണ്ടുപോകുന്നവനായും സ്വർണമയങ്ങളായ അലങ്കാരങ്ങളോട് കൂടിയവനായും വട്ടത്തിൽ പരന്ന മുഖത്തോടു കൂടിയവനുമായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോട് കൂടിയതാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ സ്വർണ്ണാഭരണ വിഭൂഷണങ്ങളൊക്കെ ധരിച്ചിട്ട് പരന്ന വട്ടമുഖമുള്ള സർപ്പവേഷ്ടിതനായ പുരുഷൻ ഭാര്യയ്ക്ക് ആഭരണങ്ങളും പണവും നേടാനായിട്ടാണ് സമുദ്രത്തിലെ ഒരു തോണിയിലേറി യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജോലി തേടി അക്കരെ പോകുന്നത് കുടുംബം പോറ്റാനായിട്ട്, ഭാര്യയെ പോറ്റാനായിട്ട് എന്നൊക്കെ പറയാം. വിശാലമായ സമുദ്രത്തിൻ്റെ മറുകരയിലേക്കാണ് യാത്ര. മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് സ്വർണവും ആഭരണവും പണവും എത്തിക്കണം. അപ്പോൾ സർപ്പബന്ധമുണ്ട്. സർപ്പബന്ധം എന്തിനെയാണ് കാണിക്കുന്നത്? പൂർവ്വജന്മ ദുരിതത്തെയാണ് കാണിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മ ദുരിതമാണ് ഇദ്ദേഹത്തിന് ഇപ്രകാരത്തിലുള്ള ഒരു തോണി യാത്രയ്ക്ക് വേണ്ടി വന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് ആഭരണം വാങ്ങാൻ പോകുന്നവൻ എന്ന് പറയുമ്പോൾ ദൂരെയാണ് പോകുന്നത്, കടലുകൾ കടന്നാണ് പോകുന്നത്. അപ്പോൾ മറുകരയിലേക്കാണ്, സമുദ്രത്തിൻ്റെ മറുകരയിലേക്കുള്ള യാത്രയായതുകൊണ്ട് ഭാര്യയെ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഭാര്യയുടെ സാമീപ്യം, ലാളന, ഭോഗസുഖം ഇതെല്ലാം ഇല്ലാത്തൊരു ദ്രേഖാണമാണ്. ഭാര്യയ്ക്ക് ഇവയെല്ലാം നിഷേധിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സമുദ്രമാണെങ്കിലോ വിശാലാണ്. ലക്ഷ്യമുണ്ടെങ്കിലും അത് നേടാൻ കഴിയുമോ? സമുദ്രതരണമാണത്. അത് ഒരു ശങ്കയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ ചുറ്റും പരന്നു കിടക്കുന്ന സമുദ്രം, അപ്പോൾ അത് കടന്നു പോകാനുള്ള ദൂരത്തെയും ഏകാന്തതയും സൂചിപ്പിക്കുന്നുണ്ട്. വലിയ ഒരു കടമ്പയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ അധികം ആഭരണ വസ്ത്രാദികൾ നേടാനാണ് യാത്ര. അല്ലാതെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടല്ല, കഞ്ഞി കുടിക്കാനുള്ള മാർഗത്തിനല്ല, ഭാര്യയെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിനും, അതായത് ലക്ഷറി നേടിക്കൊടുക്കാനാണ് എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാം. വട്ടമുഖം നമുക്ക് കർക്കിടക രാശി ആയതുകൊണ്ട് കർക്കിടക ചന്ദ്രനെ പറയാം. ചിബിടം പറഞ്ഞത് പതിഞ്ഞത്. അപ്പോൾ പതിഞ്ഞ മൂക്ക് എന്ന് പറയുമ്പോൾ ഘ്രാണശക്തിയുടെ കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ. പതിഞ്ഞ മൂക്ക് ഘ്രാണശക്തിയുടെ കുറവ് നമുക്ക് പറയാം. പൂർവ്വജന്മ ദുരിതമുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ആഭരണങ്ങളൊക്കെ നേടുന്നതിനായി അവളെ പിരിഞ്ഞ് ദൂരേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്. പുരുഷദ്രേക്കാണാണ്, സർപ്പദ്രേക്കാണാണ്, ഏകാന്തദ്രേക്കാണുമാണിത്. ഏകാന്തദ്രേക്കാണാണ്, സർപ്പദ്രേക്കാണാണ്, പുരുഷ ദ്രേക്കാണമാണ്, സർപ്പദ്രേക്കാണാണ്, മിശ്രദ്രേക്കാണം എന്ന് പറയാം നമുക്ക്. പുരുഷനും ആശ്രയരഹിതനാണ്, ആഭരണഭൂഷിതനാണ്. ചോരപ്രശ്നത്തിൽ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയാം, ഭാര്യയ്ക്ക് വേണ്ടി അതെടുത്തു എന്ന് പറയാം, അതും കൊണ്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു എന്നും പറയാം. വ്യാഴമാണ് ഇതിൻ്റെ അധിപനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് കർക്കടകം മൂന്നാം ത്രേക്കാണത്തിനെ പറ്റി പറയാനുള്ളത്. ഭാര്യാഭരണാർത്ഥമർണവേനൗസ്തോ ഗച്ഛതി സർപ്പവേഷ്ഠിത ഹൈമൈശ്ചയുധോ വിഭൂഷണൈശ്ചിപിടാസ്യോന്ത്യഗതശ്ച കർക്കടേ.
ഏകാന്തത്രേക്കണമാണ്. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ഓം ശ്രീ മഹാദേവേ നമഃ.